പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിൽ BJPക്കുള്ളിൽ തർക്കം നടക്കുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. അല്പസമയത്തിനകം ചേരുന്ന കൗൺസിലേഴ്സിന്റെ യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി T. സ്മിതേഷ് ചെയർപേഴ്സൺ ആകുമെന്നാണ് വിവരം. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, ഗുഡ് മോർണിംഗ്. ഷംന, പാലക്കാട് എങ്ങനെ കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിച്ചപ്പോൾ സംഘർഷത്തിന്റെ രൂക്ഷതയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ ഫുൾ സസ്പെൻസ് ആണ്. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴാണെങ്കിലും ഈ റിസൾട്ട് വന്നപ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് P. സ്മിതേഷിന്റെ പേരാണ്. 10ാം വാർഡിൽ മുരുകനിയിൽ നിന്ന് വിജയിച്ച സ്മിതേഷിന്റെ പേരാണ് ഈ ഘട്ടത്തിൽ. പക്ഷെ അത് ഇതുവരെയും ഔദ്യോഗികമായി BJP പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുമെന്നൊക്കെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ കൂടി ആ പ്രഖ്യാപനം ഉണ്ടായില്ല. എന്തായാലും 8 മണിയോടുകൂടി യോഗം ചേരും. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, SKN ഈ ഉയർന്നു വരുന്ന പേര് P. സ്മിതേഷ് ആണ് ഈ ചെയർമാൻ ആകുന്നതെങ്കിൽ അത് BJPയെ സംബന്ധിച്ച്, പാലക്കാട്ടെ BJPയെ സംബന്ധിച്ച് നിർണായകമായ ഒരു തീരുമാനമായിരിക്കും. കാരണം പാലക്കാട് BJPയിലെ വിഭാഗീയതയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ നേതാക്കൾ തമ്മിലുള്ള ചില എതിർപ്പുകൾ, പ്രത്യേകിച്ച് തന്നെ കൃഷ്ണകുമാർ പക്ഷം, അല്ലാത്ത പക്ഷം, വിരുദ്ധ പക്ഷം എന്നിങ്ങനെ രണ്ട് ചേരിയായി പാർട്ടി തിരിയുന്നതും മുൻ നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു രംഗമൊക്കെ, അത്തരം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ P. സ്മിതേഷ് കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തിൽ നിന്നുള്ള ആളാണ്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന ഘട്ടത്തിലൊക്കെ കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തിൽ നിന്നുള്ള ഒരാൾ പോലും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും കൃഷ്ണകുമാർ വിഭാഗത്തിന്റെ ഒരു ആധിപത്യം തന്നെയായിരുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് വിരുദ്ധ പക്ഷത്തിൽ നിന്നുള്ളവർക്ക് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വിരുദ്ധ പക്ഷത്തിൽ നിന്ന് ആകെ 2 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ നഗരസഭയിൽ മത്സര രംഗത്തുണ്ടായിരുന്നത്. അത് സംസ്ഥാന ട്രഷറർ കൃഷ്ണദാസും ഒപ്പം തന്നെ ഈ സ്മിതേഷും നിലവിലെ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ 2 പേർ മാത്രമാണ് വിരുദ്ധ പക്ഷത്തിൽ നിന്നും മത്സര രംഗത്തുണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.